കണ്ണൂർ നടാൽ OKUP സ്കൂളിന് സമീപം അടിപ്പാത പ്രായോഗികമല്ലെന്ന നാഷണൽ ഹൈവേ അധികൃതരുടെ നിലപാടിനെതിരെ ഒറ്റക്കെട്ടായി ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും. അടിപ്പാത പ്രായോഗികമല്ലെന്ന വാദത്തെ ഉന്നതതല യോഗത്തിൽ MPമാരും MLAയും തള്ളി. പ്രായോഗിക വശങ്ങൾ പഠിക്കാൻ സ്ഥലത്ത് പരിശോധന നടത്താനും തീരുമാനിച്ചു. നടാൽ OKUP സ്കൂളിന് സമീപം അടിപ്പാത വേണമെന്ന ആവശ്യത്തോട് ഉന്നതതല യോഗത്തിലും മുഖം തിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി ചെയ്തത്. അടിപ്പാത പ്രായോഗികമല്ലെന്നും വലിയ സാമ്പത്തിക ബാധ്യത ഇതുണ്ടാക്കുമെന്നുമായിരുന്നു NHAIയുടെ വാദം. എന്നാൽ ഇത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും തള്ളി. ഇവിടെ അടിപ്പാതയില്ലാതെ ദേശീയപാത നിർമ്മിച്ചാൽ വൻ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് MPമാരും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വാദിച്ചു. അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് MPമാരായ K. സുധാകരനും ഡോക്ടർ V. ശിവദാസനും നിലപാടെടുത്തു. ദേശീയപാത അതോറിറ്റി ഉയർത്തിയ വാദങ്ങളെ അഡ്വക്കേറ്റ് TO മോഹനൻ MLAയും തള്ളി. കാറിൽ സഞ്ചരിക്കുന്നവർക്ക് അടിപ്പാതയുടെ ആവശ്യം ബോധ്യമാകില്ല. എന്നാൽ ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങളിൽ പോകുന്നവർ കിലോമീറ്ററുകളോളം അധികം സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ചെറിയ സാമ്പത്തിക നഷ്ടം പറഞ്ഞ് അത് വേണ്ടെന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ ജനങ്ങൾ ദുരിതത്തിലാകും. പിന്നീട് വേണമെന്ന് തോന്നിയാൽ അടിപ്പാത നിർമ്മിക്കുക പ്രായോഗികവും ആവില്ല. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയം പെടുത്തിയെന്നും അടിപ്പാത വേണമെന്ന നിലപാട് മുഖ്യമന്ത്രി അടക്കം എടുത്തിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പരിസരത്ത് മറ്റിടങ്ങളിൽ അടിപ്പാതയുണ്ടെന്ന കാര്യമാണ് NHAI ഉയർത്തിയത്. എന്നാൽ ഇതിലൂടെ വലിയ വാഹനങ്ങൾ പോകില്ലെന്നും പ്രദേശത്ത് വീണ്ടും പരിശോധന നടത്തി കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് വിഷയവും അഡ്വക്കേറ്റ് TO മോഹനൻ MLA യോഗത്തിൽ ഉയർത്തി. സ്ഥലം ഏറ്റെടുത്തിട്ടും അവിടെ സർവീസ് റോഡ് ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് MLA ചോദിച്ചു. മുണ്ടയാട് ജേർണലിസ്റ്റ് കോളനി മുതൽ സ്പോർട്സ് കോംപ്ലക്സ് മുതൽ അങ്ങോട്ട് കീഴ്ത്തള്ളി വരെയുള്ള ഇരുവശത്തും നിലവിൽ സർവീസ് റോഡ് ഇല്ല. എന്നാൽ സർവീസ് റോഡിന് ആവശ്യമായ 7 മീറ്റർ സ്ഥലം ഇരുവശത്തും എക്വിസിഷൻ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥലമാണ് സാധാരണഗതിയിൽ റോഡ് നിർമ്മിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം. എന്നാൽ സ്ഥലം ഉണ്ടായിട്ടും അതിൻ്റെ നിർമ്മാണത്തിലേക്ക് ഉൾപ്പെടുത്താതെ എത്രയോ കാലമായി അവിടെ വെച്ചിരിക്കുന്നു. അവിടെ അത് വിഷയം മനസ്സിലാക്കിയ ശേഷം അവിടെ ജനങ്ങളെ വിളിച്ചുകൂട്ടി എല്ലാവരും 10-200ഓളം ആളുകൾ പങ്കെടുത്ത ഒരു വലിയ കൂട്ടായ്മ അവിടെ ഉണ്ടായി. ആ കൂട്ടായ്മക്കകത്ത് അവിടെ സർവീസ് റോഡ് നിർമ്മിച്ച് കിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ നിവേദനം കൊടുക്കുകയും അതിന്റെ മുമ്പിൽ നടക്കുകയാണ്. ഇതും അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം. മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് വിഷയം പഠിക്കാൻ MLA, കളക്ടർ, NHAI എന്നിവരടങ്ങിയ സംഘം സ്ഥലം സന്ദർശിക്കാനും തീരുമാനിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള ആശങ്കകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിച്ചു വേണം മുന്നോട്ടു പോകാനെന്നും ജനപ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.